ഹലോ ഗൈസ്, ഡിവിഷൻ 1 എത്താൻ പലരും പ്രയാസപ്പെടുന്നുണ്ട്. ഈ ലാസ്റ്റ് 20 മാച്ചസ് ഞാൻ അൺബീറ്റഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. എൻ്റെ ചെറിയ യൂട്യൂബിൽ ഞാൻ കുറേ റിസർച്ച് ചെയ്ത് കഴിഞ്ഞ് ഫോർമേഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇത് പ്രോ പ്ലെയേഴ്സിനെ ഇത് സ്കിപ്പ് ചെയ്യാം, ബാക്കിയുള്ളവർക്ക് ഇത് കാണാം അവസാനം വരെ. ഈ ഒറ്റ വീഡിയോയിലെല്ലാം ഫുൾ കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സോ മേ ബി സെക്കൻഡ് വീഡിയോ കാണാം. ഇപ്പം ഞാനിത് ഇതെൻ്റെ ഫോർമേഷനാണ്. ഇത് ഞാൻ തന്നെ കസ്റ്റമൈസ് ചെയ്ത് ഇതെൻ്റെ എല്ലാ പ്ലേയേഴ്സിൻ്റെ ടോപ്പ് പ്ലേയേഴ്സ് എല്ലാം ഞാൻ ആ സ്ക്വാഡിൽ ഇട്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം ബേസ് അങ്ങനത്തെ കാർഡുകളാണ്. ഞാൻ ഈ അക്കൗണ്ടിൽ അങ്ങനെ പൈസ അധികം മുടക്കിയിട്ടില്ല. ആകെ 250 റുപ്പീസ് മുടക്കിയിട്ടുള്ളൂ, അല്ലാതെ ഞാൻ വേറെ പൈസ ഒന്നും മുടക്കിയിട്ടില്ല. ഇതൊക്കെ എല്ലാം ഫ്രീ മാനേജേഴ്സും കോയിൻ കൊടുത്ത് വാങ്ങിച്ച മാനേജേഴ്സാണ്. ഇപ്പോൾ പലരും നമ്മുടെ ഡിഫൻസ് പൊട്ടുവാണെങ്കിൽ നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്തിട്ട് യൂട്യൂബേഴ്സ് പറയുന്ന പോലെ ബിൽഡപ്പ് ഡിഫൻസീവ് ഫുൾ ബാക്ക് അല്ലെങ്കിൽ ബിൽഡപ്പ് അങ്ങനെയാണ് ഇപ്പോൾ സ്റ്റൈൽ മിക്കവാറും വയ്ക്കുന്നത്, അല്ലെങ്കിൽ ബിൽഡപ്പ് ഡിസ്ട്രോയർ. എൻ്റെ സെൻറ്റർ ബാക്ക് ആണെങ്കിൽ 2 ഡിസ്ട്രോയർ ആൻഡ് ഓൾസോ 1 ബിൽഡപ്പ് ആൻഡ് ഡിഫൻസീവ് ഫുൾ ബാക്ക്. ഇതിപ്പോൾ ഞാൻ തന്നെ കസ്റ്റമൈസ് ചെയ്തത്. കാരണം എനിക്ക് ഒരു നല്ല RB ഇല്ലാത്തതുകൊണ്ട് ഞാൻ പരമാവധി എൻ്റെ പറഞ്ഞില്ല ടോപ്പ് പ്ലെയേഴ്സ് നമ്മൾ എങ്ങനെ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ 2 ഡിസ്ട്രോയർ കൊണ്ട് കയറിപ്പോവുക എന്ന് ഒരിതില്ല. കാരണം എൻ്റെ ടൂർണമെൻറ്റ് അഗ്രഷൻ കുറവാണ്. സോ അത് ഒത്തിരി കയറിപ്പോയാൽ ഞാൻ ഡിഫെൻസീവാൻ ഇട്ടിട്ടുണ്ട് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ ക്രോസ് പാമർ വരുവാണെങ്കിൽ ഞാൻ ഓൾമോസ്റ്റ് ഹൈറ്റുള്ളവരെ തന്നെയാണ് യൂസ് ചെയ്യാറ്. ക്യാനവാരെയൊക്കെ ഇട്ട് മാറ്റിയിട്ട് ടോണി ആഡംസിന് ചിലപ്പോൾ ഇടും. നിങ്ങളുടെ ഉള്ള ബെസ്റ്റ് കാർഡ് എടുത്തിട്ട് ഷോർട്ട് ടൈം എം ബി കാർഡ്, ഷോർട്ട് ടൈം കാർഡൊക്കെ ബേസ് കാർഡിനെ കാര്യം കമ്പയർ ടു ഡിഫെൻസീവ് അവനെ സമയം പല കാര്യങ്ങളും കവർ തന്നെ ആയിരിക്കും മുന്നിൽ. സോ കൊണാമി പൈസ ഉള്ളവനെ അതാണല്ലോ. ഓൾമോസ്റ്റ് എൻ്റെ പൊസിഷൻ ട്രെയിനിങ് കൊടുത്താണ് ഞാൻ ഈ മെസ്സി അങ്ങനെ പല പ്ലെയേഴ്സിനെ അതിൻ്റെതായിട്ടൊരു പൊസിഷൻ കൊടുത്തത്. ഇപ്പോൾ RMF ഭയങ്കര സ്പീഡാണ് പുള്ളി. ഇപ്പം ബാക്കാണ്, സെൻറ്റർ ബാക്കാണെങ്കിലും ഫോർവേഡ് ആണെങ്കിലും പുള്ളി ഓടി എന്ന് കളിക്കും. ഡെൽപീരോ ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, പൊസിഷൻ ട്രെയിനിങ്. അങ്ങനെ പലരെയും പൊസിഷൻ ട്രെയിനിങ് പ്ലെയേഴ്സിനെല്ലാം പരമാവധി അവരുടെ പെർഫോമൻസ് പീക്ക് ലെവൽ കാണിക്കാൻ പറ്റിയ പൊസിഷൻ തന്നെ കൊടുക്കുക. ഇപ്പം ഞാൻ RMF ഇട്ടുകൊണ്ട് മെസ്സിക്ക് പരമാവധി സ്പീഡ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്കിയായിട്ട് സെൻറ്റർ ബാക്കാണ്. ഇപ്പോൾ AMF ഇട്ടുകൊണ്ട് ഡെൽപിയറോ ബ്ലിസ്കെയറിൽ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ പ്ലെയേഴ്സിനെയും ഇപ്പോൾ DMF പെപ് ഗാർഡിയോള ഈസ് മേക്കിംഗ് സോ മെനി ചാൻസസ്. എങ്ങനെയാണെന്ന് വെച്ചാൽ തൂക്കിയേറ് തന്നെ. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ഷോർട്ട് ടൈം എപ്പിക് കാർഡ് എന്തെങ്കിലും ഒരെണ്ണമെങ്കിലും കാണാം. ഫ്രീ ആയിട്ട് ഇഷ്ടം പോലെ കൊണാമി ക്യാമേനെ കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ എന്തെങ്കിലും കാണണം. നമ്മളത് പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. ഫോളാണെങ്കിൽ ഫോളാൻ യൂസ് ചെയ്യുക, ക്യാനവാരുണ്ടെങ്കിൽ ക്യാനവാര യൂസ് ചെയ്യുക. എല്ലാവരും നല്ല കാർഡെല്ലാം യൂസ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. ഈ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അറിഞ്ഞിരിക്കുന്ന കാര്യമാണ് അവരുടെ പ്ലേയേഴ്സിൻ്റെ കേപ്പബിലിറ്റീസ് എന്താണെന്ന് അവർ തന്നെ അറിയും. ഇപ്പം ഫിസിക്കലിയും സ്ട്രെങ്തും പിന്നെ ഷൂട്ടിങ് പവർ എല്ലാം നമ്മുടെ ഒരു പ്ലേയേഴ്സിൻ്റെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക, നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുക. മെസ്സിയെ വെച്ച് ട്രിബിൾ ചെയ്യുന്ന പോലെ നമുക്ക് റൊണാൾഡോയെ വെച്ച് ട്രിബിൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ ഹെഡിങ് ആണെങ്കിലും ഫിനിഷിങ് ആണെങ്കിലും നമ്മളൊരു പ്ലെയറിൻ്റെ അതിൻ്റെ കേപ്പബിലിറ്റീസ് മനസ്സിലാക്കി നമ്മൾ ആ ഫീൽ കളിക്കുക. ഈ ഗെയിം ഇത് ജസ്റ്റ് എ ഗെയിം. ഈ ഫുട്ബോൾ ഒരു ഗെയിമാണ്. നമ്മളതിനെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കി പ്രശ്നമായാലേ ഉള്ളൂ കുഴപ്പം. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഇരിക്കുന്ന നല്ല പ്ലേയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുക, നല്ല രീതിയിൽ കളിക്കുക, ജസ്റ്റ് വിൻ എ ഗെയിം. അത്ര നമ്മൾ ആലോചിച്ചാൽ മതി. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയി ഒത്തിരി സ്കില്ലിട്ട് ഒത്തിരി ഇത് ഓവറായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ ഓവർ സ്കില്ല് എന്ന് വെച്ചാൽ ഓവറായിട്ട് സ്കില്ല് കാണിച്ച് പട്ടി ഷോ ആയിരുന്നു. ഇതിപ്പം കുറച്ചിട്ടുണ്ട്. കാരണം റാങ്കിങ് വന്നപ്പോൾ എനിക്കതിട്ട് ഫുള്ള് ഇട്ട് കഴിഞ്ഞാൽ ജയിക്കത്തില്ലെന്ന് പിന്നെ മനസ്സിലായി. സോ ഞാനിപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ സ്കില്ലുണ്ട സാധനം സ്കില്ലിടുക തന്നെ ചെയ്യും. ഡബിൾ ടച്ച് ഇടുന്ന സാധനം ഡബിൾ ടച്ച് ഇട്ട് മാർസിന് എൻ്റെ ഇടേണ്ടത് സാധനം മാർസിന് എൻ്റെ ഇടും. കാരണം അതുകൊണ്ട് കുറേ ഗോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. സോ സ്കില്ലിടേണ്ട സാധനത്ത് ഇടുക, അല്ല അനാവശ്യമായിട്ട് സ്കില്ലിട്ട് വെറുതെ ബോള് നമ്മുടെ കയ്യിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഒരു മിസ്റ്റേക്ക് നമുക്ക് ഗോള് വീഴുക. പിന്നെ ഞാൻ പറയാൻ വന്നത് എങ്ങനെ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ആക്കാം. ജസ്റ്റ് നിങ്ങൾ പലരുടെ വീഡിയോ ലൈവ് കാണുക. ഞാൻ പലരുടെ വീഡിയോ ലൈവ് കാണാറുണ്ട്. വക്കുട്ടി, ടോംബോയ് അങ്ങനെ പല യൂട്യൂബേഴ്സറുടെ വീഡിയോ ഞാൻ കണ്ടാണ് എൻ്റെ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ആയത്. അവരുടെ നിന്ന് കുറേ പഠിക്കാൻ നമുക്കുണ്ട് സീരിയസ്ലി. ഇപ്പോൾ റാങ്ക് പുഷ് ചെയ്യുന്നവർക്കാണെങ്കിൽ ജസ്റ്റ് അവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാണ്ടെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുക. അവരുടെ എന്തെങ്കിലും സ്കില്ലൊക്കെ നമുക്ക് ജസ്റ്റ് മനസ്സിലാലോചിച്ച് അത് നമുക്ക് ചെയ്യാം അവിടെ വെച്ച്. അങ്ങനെ എൻ്റെ ഗെയിമിൽ അങ്ങനെയാണ് ഇമ്പ്രൂവ് ആക്കിയത്. സോ മാക്സിമം ലൈവ് കാണാൻ നോക്കുക. ഇതിപ്പോൾ എനിക്ക് ആരുടെയും ലൈവ് കണ്ടിട്ട് എനിക്ക് ഇന്നും കിട്ടാനില്ല. സോ നമ്മുടെ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ആക്കാൻ ഇങ്ങനത്തെ ലൈവ് കാണുന്നത് നല്ലതാണ്. കുറേ നാളെ കൊണ്ട് വിചാരിച്ച കാര്യമാണ് ഞാൻ ഈ ഫുട്ബോൾ ഒരു വീഡിയോ ഇടണമെന്ന്. ഈ വീഡിയോയ്ക്കുള്ള റീച്ച് ഇട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അങ്ങോട്ട് തുടരെ വീഡിയോ ഇടും. ഇത് ഞാനൊന്നും ഹാർഡ് വർക്കൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു വീഡിയോ അതിൻ്റെ വോയിസ് ഇടുക അത്രേ ഉള്ളായിരുന്നു. ഇനി സോ ദാറ്റ്സ് ഓൾ. ഓക്കെ, സീ യു.